ആശുപത്രിയിൽ നിന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നിതിൻ തോമസ് കൂടി ചേരുന്നു. നിതിൻ, 5 പേരാണിപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് കൂടി അറിയുന്നു. കൊട്ടാരക്കരയിൽ ആരൊക്കെയാണുള്ളത്? ഈ പരിക്കേറ്റവരെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്ന പേരുകളിൽ മൊത്തം 8 പേർക്കാണ് ഈ അപകടം ഏറ്റിരിക്കുന്നത്. ആ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടു, ഒപ്പം 5 പേർ ചികിത്സയിലാണ്. ആ 5 പേർ ചികിത്സയിൽ 3 പേർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സയിലുള്ളത്. 2 പേരാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളത്. രണ്ടും കുട്ടികളാണ്, 13-15 വയസ്സുള്ള കുട്ടികളാണ്. ഇപ്പോൾ ചികിത്സയിലുള്ളവരെ സന്ദർശിച്ച ശേഷം ഐഷ പോറ്റി നമ്മളോടൊപ്പം ഉണ്ട്. ഈ ചികിത്സയിലുള്ള കുട്ടികളെ കണ്ടു? ഒരു കുട്ടിയെ കണ്ടു. ഒരു കുട്ടിയെ എക്സ്റേ എടുക്കാൻ പോയേക്കുക. കണ്ട കുട്ടിക്ക് മുഖത്തും ഒക്കെ കുറച്ച് മുറിവുണ്ട്. അവൻ പേടിച്ച് പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, വലിയ സീരിയസ് അല്ല എന്ന് പറഞ്ഞു. മറ്റേ കുട്ടിയെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയേക്കുക. 2 കുട്ടികളുടെയും അവസ്ഥ ഇപ്പം നിലവിൽ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പരിക്കുണ്ട്. അത് സ്വകാര്യ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയ 3 പേരുടെ അവസ്ഥ പറ്റിയുള്ള വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുന്ന് ഒരു വിവരം കിട്ടിയില്ല. പക്ഷെ അത് കുറച്ച് സീരിയസ് ആയിട്ടാണെന്ന് തോന്നുന്നു അങ്ങോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ അതാണ് ഐഷ പോറ്റി പറഞ്ഞത്. അതായത് 2 പേരാണ് നിലവിൽ ഇവിടെ ചികിത്സയിലുള്ളത്. ആ നിലവിൽ ചികിത്സയിലുള്ളവരുടെ സ്ഥിതി, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമല്ല. നമുക്കിപ്പോൾ ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 8 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളതിൽ നവനീത് കൃഷ്ണൻ 13 വയസ്സുള്ള ആൺകുട്ടിയാണ്. അതുപോലെ തന്നെ ജിബിമോൾ 15 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ 2 കുട്ടികളാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഒപ്പം 3 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അത് ഋഷഭ് എന്ന് പറഞ്ഞിട്ട് 15 വയസ്സുള്ള ആൺകുട്ടി, അതുപോലെ തന്നെ കൗശിക് എന്ന് പറഞ്ഞിട്ട് 15 വയസ്സുള്ള ആൺകുട്ടി, പിന്നെ ലോറിയുടെ ഡ്രൈവറായിരുന്ന നിസാം 40 വയസ്സുള്ള വ്യക്തിയാണ്. ഇത്തരത്തിൽ 3 പേരാണ് മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 3 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെയും പേര് വിവരങ്ങൾ നമ്മൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഒരു പാർത്ഥിപ്പ് 15 വയസ്സ് ആൺകുട്ടിയാണ്. അതുപോലെ ഹരിലാൽ 54 വയസ്സുള്ള പുരുഷൻ, പിന്നെ അജയ്കുമാർ 50 വയസ്സ്. ഈ 3 പേരാണ് നിലവിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 5 പേർ ചികിത്സയിലുമാണ്. 8 പേർക്കാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത്. 8 പേരെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 2 കുട്ടികൾക്കും സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും 2 പേരുടെയും നില ഗുരുതരമല്ല എന്നാണ് നമ്മളോട് ഐഷ പോറ്റി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അകത്തുണ്ട്. അവരും കൂടെ പുറത്തേക്ക് വന്നതിന് ശേഷം ഈ 3 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന 3 പേരുടെ ഉൾപ്പെടെയുള്ള മുഴുവൻ വിവരങ്ങളും ലഭ്യമാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.